ഹായ് ഓൾ, ഒരു കൂടി സി സി ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം. ഞാൻ ജോസഫ്, ആം ഫിഡൽസിന്റെ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ആണ്. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ മാർക്കറ്റ് ഡൗൺ ആവുന്ന സമയത്ത് SIP നിർത്തണോ എന്നുള്ളതാണ്. കാരണം പല ഇൻവെസ്റ്റേഴ്സിനും ഉള്ള ഡൗട്ട്സ് ആണ് മാർക്കറ്റ് ഡൗൺ ആവുന്ന സമയത്ത് SIP നിർത്തണോ എന്നുള്ളത്. കാരണം മാർക്കറ്റ് ഡൗൺ ആവുന്നത് ഒരു ടെമ്പററി ആണ്. മാർക്കറ്റ് റിക്കവർ ചെയ്ത് പുതിയ ഉയരങ്ങൾ എത്തുന്നത് നമുക്ക് ഹിസ്റ്ററി പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നു. കാരണം എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം മാർക്കറ്റ് ക്രാഷ് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത്. ആദ്യത്തെ പോയിന്റ് എന്ന് വെച്ചാൽ മാർക്കറ്റിന്റെ റിയാലിറ്റിയാണ്. ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ ആവുന്നത് ഒരു സൈക്കിൾ ആണെന്നുള്ളതാണ്. മാർക്കറ്റ് ഡൗൺ ആവുന്നത് ഒരു ടെമ്പററി ആണ്. അതോടൊപ്പം തന്നെ മാർക്കറ്റിന്റെ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ പുതിയ ഉയരങ്ങള് ഫ്യൂച്ചറിൽ ഇതിനെ റിക്കവർ ചെയ്ത് എത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമത്തത് SIP പവർ. കാരണം സ്റ്റോക്ക് മാർക്കറ്റിലെ ഡൗൺ ആ സമയത്ത് മ്യൂച്വൽ ഫണ്ട് SIP ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ യൂണിറ്റ്സുകൾ വാങ്ങാനുള്ള ഒരു ചാൻസ് കിട്ടുകയും ചെയ്യുന്നതാണ്. എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഒരു ഇൻവെസ്റ്റർ 1000 രൂപ വെച്ച് SIP ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് അപ്പായിരുന്ന സമയത്ത് 10 യൂണിറ്റ്സ് കിട്ടിയുള്ളെങ്കിൽ മാർക്കറ്റ് ഡൗൺ ആവുന്ന സമയത്ത് 20 യൂണിറ്റ്സ് കിട്ടുകയും ചെയ്യുന്നു. ഇത് റുപ്പി കോസ്റ്റ് ആവറേജിംഗ് എന്ന് പറയും. ചില കോസ്റ്റ് കുറയുകയും ഫ്യൂച്ചറിൽ മാർക്കറ്റ് റിക്കവർ ആവുന്ന സമയത്ത് പ്രോഫിറ്റ് കൂടുതൽ കിട്ടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തത് ഇൻവെസ്റ്റർ ചെയ്യുന്ന ബിഗ് മിസ്റ്റേക്ക് എന്നുള്ളതാണ്. കാരണം മാർക്കറ്റ് ക്രാഷ് ആകുന്ന സമയത്ത് SIP സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ലോസ് ഭയന്ന് നമ്മൾ റിഡംഷൻ ചെയ്യുക, അല്ലെങ്കിൽ ന്യൂസ് കേട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് പറയുന്നത് കേട്ടോ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു മാർക്കറ്റ് ഡൗൺ ആവുന്ന സമയത്തുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയും മാർക്കറ്റ് അപ്പാവുന്ന സമയത്ത് പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നാലാമത്തത് സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്നത്. സ്മാർട്ട് ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് ഡൗൺ ആയാലും അപ്പായാലും SIP കണ്ടിന്യൂ ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ മാർക്കറ്റ് ക്രാഷ് ആകുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്യുക, അതോടൊപ്പം ലോങ് ടേം വിഷൻ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവർക്കറിയാം ഒരു ഇൻവെസ്റ്റർ ഓവർ കോൺഫിഡൻസ് കാണിക്കുന്ന സമയത്ത് അവർ വളരെ കെയർഫുൾ ആകുന്നു എന്നുള്ളതാണ്. കാരണം അതോടൊപ്പം തന്നെ മാർക്കറ്റ് ക്രാഷ് ആകുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സ് ഭയക്കുന്ന അല്ലെങ്കിൽ പാനിക് ആകുന്ന സിറ്റുവേഷനിൽ അവർ അവസരങ്ങൾ കാണുകയും ചെയ്യുന്നു. അഞ്ചാമത്തത് നമുക്ക് വേണ്ടത് പ്രാക്ടിക്കൽ സ്ട്രാറ്റജിയാണ്. കാരണം ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യാനുള്ളത് ഒന്ന് എമർജൻസി ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് മാർക്കറ്റ് ക്രാഷ് ആകുന്ന സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഫണ്ട് വിഡ്രോ ചെയ്യുന്നതോ അല്ലെങ്കിൽ റിഡംഷൻ ചെയ്യുന്നതിന് നമുക്ക് തടയാൻ സാധിക്കും. രണ്ടാമത്തത് SIP ഓട്ടോ ഡെബിറ്റ് ചെയ്യുക. കാരണം നമുക്ക് വരുമാനം വരുന്ന സമയത്തിന് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഓട്ടോ ഡെബിറ്റ് ചെയ്യുവാണെങ്കിൽ ബാങ്കിൽ നിന്ന് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോയിക്കൊള്ളുന്നതാണ്. മൂന്നാമത്തത് ഇയർലി സ്റ്റെപ്പ് അപ്പ് ആണ്. കാരണം നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ വരുമാനം ഇയർലി ഇൻക്രീസ് ചെയ്യുന്ന സംബന്ധിച്ച് അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിലും SIP അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുവാൻ ചെയ്യുന്നതാണ്. നാലാമത്തത് ഇൻവെസ്റ്റ്മെന്റ് ഇയർലി റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും അതോടൊപ്പം തന്നെ പോർട്ട്ഫോളിയോയും അതോടൊപ്പം നമ്മുടെ ഗോൾ പ്രോഗ്രസും നമ്മൾ ഇയർലി റിവ്യൂ ചെയ്യാൻ നോക്കുന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഡൗൺ ആവുന്ന സമയത്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്ത് ഫ്യൂച്ചറിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുവാനും ഫ്യൂച്ചറിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക.